നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഗംഭീര സിനിമകളാണ് ഓരോ നടന്മാർക്കും ഉള്ള ലൈനപ്പ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ നടന്മാരുടെയും വരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഗംഭീര പ്രോമിസിംഗ് പ്രോജക്റ്റുകൾ മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു നെക്സ്റ്റ് ലെവൽ മലയാള സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ മോഹൻലാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന പല സിനിമകളും പ്രേക്ഷകർക്ക് അതീവ വിരുന്ന് തന്നെ സമ്മാനിക്കുന്നു. പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നു മോഹൻലാൽ ഇപ്പോൾ റൈറ്റ് ട്രാക്കിലാണ് എത്തിയിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ റൈറ്റ് ട്രാക്കിൽ വന്നിരിക്കുന്ന മറ്റൊരു നടൻ കൂടി വരികയാണ്. പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് കുതിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിവിൻ പോളിയുടെ കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോഴിതാ മറ്റൊരു ചിത്രത്തിൽ കൂടി നായകവേഷത്തിൽ എത്താൻ പോകുന്ന വിവരങ്ങൾ അതിശയപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർക്കിടെ. സോഫിയ പോൾ നേതൃത്വം നൽകുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ മൂന്നാം ചിത്രമായ ജാംബിയിലേക്കാണ് നിവിൻ പോളിയുടെ വരവ് എന്നാണ് റിപ്പോർട്ടുകൾ. മിന്നൽ മുരളി, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി എത്തുന്ന ഈ പുതിയ ചിത്രത്തിൽ ഫസ്റ്റ് ലുക്ക് ടീസർ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമയിലെ നായകനെ കുറിച്ചുള്ള അപ്ഡേറ്റും പുറത്തുവരികയാണ്. ചിത്രത്തിൽ നിവിൻ പോളി നായകനായി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നിലവിൽ നിവിൻ മറ്റ് സിനിമകളുടെ തിരക്കിലായതിനാൽ നടന്റെ ഡേറ്റിനനുസരിച്ച് ജാംബിയുടെ ഷൂട്ട് തുടങ്ങാനാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നത്. ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ജാംബി എന്ന സൂചനയാണ് നേരത്തെ പുറത്തുവന്ന ടീസർ നൽകുന്നത്. ത്രില്ലും ഭയവും ഒരുപോലെ ഇടകലർത്തി അവതരിപ്പിക്കുന്ന ടീസർ പ്രതീക്ഷ നൽകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഇതേ യൂണിവേഴ്സിലെ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ അവസാന പോസ്റ്റ് ക്രെഡിറ്റ് സീനായി ഈ ടീസർ നേരത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ചിത്രം 2026 റിലീസ് ചെയ്യും. ജോർജ് കോര സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രം ആണെന്നാണ് സൂചന. ദ അൺഡെഡ് ഹാവ് എ സ്റ്റോറി ടു ടെൽ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ. നന്ദു മനോജ്, ഹരികൃഷ്ണൻ KR, സംവിധായകൻ ജോർജ് കോര എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. തോൽവി, FC, തിരികെ, ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള തുടങ്ങിയ സിനിമകളുടെ തിരക്കഥയൊരുക്കിയ ജോർജ് കോരയാണ്. തോൽവി, FCയും തിരികെയും സംവിധാനം ചെയ്തതും ജോർജ് കോരയാണ്. ഇതുകൂടാതെ ഒരുപിടി ഗംഭീര സിനിമകളുടെ ഭാഗമാകുന്നുണ്ട് നിവിൻ പോളി. കാരണം ഈ സിനിമകളൊക്കെ നിവിൻ പോളിയുടെ മലയാള സിനിമയിലേക്കുള്ള ഗംഭീര തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നവയാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സർവം മായ എന്ന സിനിമ തന്നെ അത് ഏറ്റവും വലിയ ഉറപ്പ് നൽകുന്നു. കൂടാതെ ബെൻസ് എന്ന തമിഴ് ചിത്രത്തിലൂടെ വില്ലനായി വാൾട്ടറായി എത്തുകയാണ് നിവിൻ പോളി. അതും ഒരു ഗംഭീര സംഭവം തന്നെ. ഇപ്പോഴത്തെ ജാംബിയിലും ഡോൾബി ദിനേശൻ, ബദലയം കുടുംബ യൂണിറ്റ്, ബേബി ഗേൾ, ഡിയർ സ്റ്റുഡന്റ്, മൾട്ടിവേഴ്സ്, മന്മഥൻ, ഇതിനൊപ്പം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യാൻ വരാൻ പോകുന്ന പ്രോജക്റ്റിൽ ഒരെണ്ണം നിവിൻ പോളിയുടേതാണെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. തുടങ്ങിയ ഗംഭീര സിനിമകൾ നിവിൻ പോളിയുടെ ലൈനപ്പിൽ വരികയാണ്. ഇതിൽ എല്ലാം വ്യത്യസ്തമായ വേഷങ്ങളിലും വേഷപ്പകർച്ചകളിലും നിവിൻ പോളി നമ്മളെ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ നടന്മാരുടെയും സിനിമകളുടെ ലൈനപ്പുകൾ എടുത്തു നോക്കിയാൽ അതിശയപ്പെടുന്നത്. അതിലെന്തായാലും നിവിൻ പോളി ഇപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മോഹൻലാലും. യുവനിരയിലുള്ള പുതിയ സംവിധായകർക്ക് മോഹൻലാൽ ഡേറ്റുകൾ കൊടുത്തുകൊണ്ട് മോഹൻലാൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. മോഹൻലാലിന്റെ ലൈനപ്പും ഇതുപോലെ തന്നെ അതിശയപ്പെടുത്തുന്നു. 2026 കയറുമ്പോൾ മോഹൻലാൽ നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ളതൊക്കെ ഈ വർഷത്തിൽ തന്നെ ഒരുക്കി കഴിഞ്ഞു. ദൃശ്യം 2ഉം L365ഉം കൃഷാന്ത് സിനിമയും ഒക്കെ പ്രോമിസിംഗ് പ്രോജക്റ്റുകളാണ്. അതൊക്കെ തിയേറ്ററിൽ മിന്നം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇപ്പോഴേ ഉറപ്പ് നൽകാൻ കഴിയും. എന്തായാലും മോഹൻലാലിന്റെ സിനിമകളുടെ ഒരു ഗംഭീര റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മോഹൻലാലിനെ കുറിച്ചാണ് പലരും സംസാരിച്ചുകൊണ്ട് എത്തുന്നതും. മോഹൻലാലിനെ കുറിച്ച് അടുത്തിടെ സംസാരിച്ചത് സാക്ഷാൽ ഫഹദ് ഫാസിലായിരുന്നു. മോഹൻലാലും പത്മരാജനും ഒന്നിച്ച സീസൺ എന്ന സിനിമയുടെ റീമേക്ക് ചെയ്യാനുള്ള താല്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ അവസരത്തിൽ പലരും ചിത്രത്തിന്റെ റീമേക്ക് ചെയ്യുമ്പോൾ അത് ഫഹദിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട്. മോഹൻലാലിനെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പലരും പറയുന്നുണ്ട് ഇത് റീമേക്ക് ചെയ്യണമെന്ന്. കാരണം എന്നാലേ സീസൺ പോലൊരു ചിത്രത്തെക്കുറിച്ച് പലരും അറിയുകയുള്ളൂ എന്ന രീതി. പലരും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും ചെയ്തു. ധനുഷ്കോടി എന്ന ഉപേക്ഷിച്ച മോഹൻലാൽ പ്രിയദർശൻ സിനിമ റിവൈവ് ചെയ്യാൻ അമൽ നീരദിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് മുൻപ് റിപ്പോർട്ടുകളിൽ വന്നിരുന്നതായി ഓർക്കുകയാണ്. അമൽ നീരദിന് പല മോഹൻലാൽ ചിത്രങ്ങളോടുമുള്ള താല്പര്യങ്ങൾ പല രീതിയിൽ നമ്മൾ കേട്ടതാണ്. സീസൺ എന്ന സിനിമയെക്കുറിച്ച് പോലും അമൽ നീരദ് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു മോഹൻലാലിന്റെ സീസൺ. പത്മരാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഇപ്പോൾ ഫഹദ് ഫാസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടി വന്നപ്പോൾ അതിഭീകരമായി ചർച്ച ചെയ്യുകയാണ് പ്രേക്ഷകർ. ഒരുപക്ഷെ സീസൺ എന്ന ക്ലാസിക് സിനിമയോടുള്ള ആരാധന കൊണ്ട് ഫഹദ് അങ്ങനെ പറഞ്ഞതാകാനുള്ള സാധ്യത ആയിരിക്കാം. മറിച്ച് ഇത്ര വലിയ റിസ്ക് അവർ എടുക്കുമെന്ന് തോന്നുന്നതുമില്ല. അമൽ നീരദ് എന്ന സംവിധായകന് സീസൺ പുനരാവിഷ്കരിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾക്കും കഥ പറച്ചിലിനും പറ്റുന്ന രീതിയിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഫഹദ് മോഹൻലാൽ ചെയ്ത റോൾ ചെയ്തു ഫലിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാകും എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. വരുത്തുന്ന സമയത്ത് രൂപമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സാധ്യത ഉണ്ടായിരുന്നേനെ എന്നും അവർ പറയുകയാണ്. സിനിമ ആര് റീമേക്ക് ചെയ്താലും അവർക്ക് മുന്നിൽ ഉള്ള വെല്ലുവിളി മോഹൻലാലിന്റെ ജീവൻ തന്നെയാകും. ജീവൻ എന്ന കഥാപാത്രത്തിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തിയതും. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഒക്കെ കാലം മാറിയതോടെ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്നതുകൂടി അവർ എടുത്തു പറയുമ്പോൾ ഈ ചിത്രം എടുക്കുന്നത് ഒരു റിസ്ക് ആണെന്നും അതിനൊപ്പം തന്നെ ഈ ചിത്രം എടുത്താൽ എങ്ങനെ വരുമെന്നുള്ള ചർച്ചകളാണ് പല പ്രേക്ഷകരും നടത്തുന്നത്. ഫഹദ് ഫാസിലിന് മോഹൻലാലിന്റെ റോൾ അഭിനയിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായങ്ങൾ അവർ പറയുന്നെങ്കിലും മറ്റ് ചില നടന്മാരുടെ സജഷൻസുകളൊക്കെ അവർ വെക്കുന്നുണ്ട്. മോഹൻലാലിന് പകരം ഈ നടൻ എത്തിയാൽ ഗംഭീരമായിരിക്കും എന്ന രീതിയിൽ. പക്ഷേ ഇതൊക്കെ റീമേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കുമോ എന്നതാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ധനുഷ്കോടി പോലൊരു സിനിമ റിവൈവ് ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്.
എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?